അച്ചു ചേച്ചി, മീരടുത്തേക്ക് എന്തെങ്കിലും പറയണ്ടേ? ഒരു കുഴപ്പമില്ല, നല്ല സുന്ദരിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് പോയതിനേക്കാളും ഒക്കെ നന്നായിട്ടുണ്ട് അല്ലേ അച്ഛാ? പിന്നല്ലാതെ. എന്നാ പിന്നെ എനിക്ക് മാത്രം തോന്നുന്നതായിരിക്കും, എന്റെ കണ്ണിന്റെ കുഴപ്പമായിരിക്കും. അതിനാ മീരടുത്തി നാട്ടില് കണ്ണു കടിയെന്ന് പറയുന്നത്. അതെ, നിനക്കിതിരി കൂടുന്നുണ്ട് കേട്ടോ. ആവശ്യമില്ലാത്ത വർത്തമാനമൊന്നും വേണ്ട. അമ്മ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ആൾക്കാരെ അധിക്ഷേപിച്ചോണ്ടാണോ നീ തമാശ പറയുന്നത്? അത് ഇതും പറഞ്ഞ് നാത്തൂനും നാത്തൂനോട് വഴക്കുണ്ടാക്കണ്ട. അച്ചു സന്തോഷത്തോടെ കഴിയുന്നതിൽ മീരയ്ക്ക് സന്തോഷമല്ലേ ഉള്ളൂ. നിങ്ങൾ അകത്തേക്ക് കയറുവാ. വാ വാ മക്കളെ. ചേച്ചി വാ. പോട്ടെ മീരെടുത്തി, അവള് പറഞ്ഞൊന്നും കാര്യാക്കണ്ട. ആവണിക്കുട്ടി എവിടെ? സ്കൂളിൽ പോയോ? ഓരോന്നിങ്ങനെ വലിച്ചു വാരിയിടരുതെന്ന് പറഞ്ഞ കേക്കത്തില്ല. പറഞ്ഞ സമയത്ത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കിടന്ന് ഓടിപ്പിടിക്കണമായിരുന്നു. ആ മീരെ, മോളെ, നീ അനൂപിനെ വിളിച്ചു പറഞ്ഞിട്ടേ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി വരാൻ പറ. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ എന്റെ ഭഗവാനെ. ഇവിടെ ആണെങ്കിൽ കുറച്ച് വെണ്ടയ്ക്ക് ക്യാരറ്റ് മാത്രമേ ഉള്ളൂ. അമ്മ വിളിച്ചങ്ങ് പറഞ്ഞാ മതി, ഞാൻ വിളിച്ച എന്നെ തിന്നാൻ വരും. മോളെ, സച്ചി എവിടെ മോളെ? ഫോണിൽ സംസാരിച്ചോണ്ട് നിൽക്കുക അച്ഛാ. നിനക്ക് ഇവിടുത്തെ അവസ്ഥയൊക്കെ അറിയാവുന്നല്ലേ അച്ചു? നിന്റെ നെല്ലിശ്ശേരി പോലെ ഇവിടുത്തെ അടുക്കള നിറച്ച സാധനങ്ങളാണെന്നാണോ നിന്റെ വിചാരം? ഒന്ന് വിളിച്ച് പറഞ്ഞിട്ടെങ്കിലും വന്നൂടെ നിനക്ക്? മീരെടുത്തി, സത്യമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നെന്ന് അറിഞ്ഞതേയില്ല. പിന്നെ നീ അറിയാതിരിക്കുമല്ലേ? മോളെ ആദ്രെ, നീ ഒന്ന് അനൂപിനെ വിളിച്ചേ. അച്ചു സച്ചിയും വന്നിട്ടുണ്ട്, നല്ലതെന്തെങ്കിലും വാങ്ങിട്ട് വരാൻ പറ. ശരി. അമ്മേ, അതൊന്നും വേണ്ട അമ്മേ. പിന്നെ സച്ചി നാണം കെടുത്താനോ? അത് നമ്മൾ നാണം കെടാനോ? സച്ചേട്ടൻ അങ്ങനത്തെ ആളൊന്നും അല്ല എടുത്തി, ഉള്ളതൊക്കെ മതി. അതിനിവിടെ എന്തിരിക്കുന്നു? ചമ്മന്തി സാമ്പാറോ? നിനക്കത് മതിയായിരിക്കും. മോശമല്ലേ അച്ചു ചേച്ചി? സച്ചേട്ടനെ പോലെ ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് വിളമ്പിയാ മതിയോ? നീ ഒന്ന് വിളിച്ച് പറ മോളെ. ചെല്ലേ. വേണ്ട അതി, പറയണ്ട. ഇനി അത് മതി, അനൂപേട്ടൻ കമ്പനിയിലെ ജോലിയും കളഞ്ഞ് ഓടി വരാൻ. സച്ചേട്ടന് എന്ത് കൊടുക്കും എന്നതിനെ കുറിച്ച് ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ അവസ്ഥ അറിയാത്ത ആളൊന്നും അല്ലല്ലോ. എന്നാലും സച്ചേട്ടൻ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല, എന്ത് കൊടുത്താലും കഴിച്ചോളും. അത് നിനക്കല്ലേ കൃത്യമായിട്ട് അറിയൂ. ഭർത്താവിന്റെ ടേസ്റ്റ് ഭാര്യയെ പോലെ ആർക്കാ നന്നായിട്ട് അറിയാവുന്നേ? എന്താണൊരു ചർച്ച? സച്ചിയുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അച്ചുവിനേക്കാൾ നന്നായി വേറെ ആർക്കാ അറിയാവുന്നെന്ന് പറയായിരുന്നു. ഭാര്യയും ഭർത്താവുമായ അങ്ങനെയൊക്കെ ആണല്ലോ. പരസ്പര ഇഷ്ടങ്ങൾ അറിഞ്ഞും അതനുസരിച്ച് പ്രവർത്തിച്ചു ആണല്ലോ ജീവിതം മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചോദ്യം സച്ചേട്ടനോട് ചോദിക്കാനുണ്ട്. എന്നോടോ? അതെ, സച്ചേട്ടനോട് തന്നെ. നീ വെറുതെ സച്ചേട്ടനെ വലയ്ക്കാൻ നോക്കണ്ട. ചോദ്യോത്തരങ്ങളൊക്കെ പിന്നെ. സച്ചേട്ടനൊന്ന് ഫ്രഷ് ആവട്ടെ. ഇതൊരു നിസ്സാര ചോദ്യം അച്ചു ചേച്ചി. അച്ചു ചേച്ചി, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ? അപ്പൊ ഈ ചോദ്യം ധൈര്യമായിട്ട് ചോദിക്കാം. നീ ഇങ്ങനെ വളച്ചു കെട്ടാതെ ചോദ്യം ചോദിക്കാതിരെ. ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം നിങ്ങൾക്ക് ചിലപ്പോ കോമഡി ആയോ, സിമ്പിൾ ആയോ, പൊട്ടത്തരമൊക്കെ ആയിട്ട് തോന്നാം. എന്നാൽ ഇതൊരു സൈക്കോളജിക്കൽ ചോദ്യമാ. ചോദിക്കട്ടെ സച്ചേട്ടാ? ചോദിച്ചോളൂ. സച്ചിയേട്ടൻ അച്ചു ചേച്ചി ഭാര്യയാണോ സുഹൃത്താണോ, അതോ ഭാര്യയായ സുഹൃത്താണോ? ദേ, ആലോചിക്കാൻ സമയമെടുക്കാതെ ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. അർച്ചന, എനിക്കിതെല്ലാമാണ്.
ഗംഭീര ഉത്തരം സച്ചേട്ടാ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. സ്നേഹമുള്ളവർ അങ്ങനെ ആതിരെ. ഇതേ ചോദ്യം നീ നിന്റെ ചേട്ടൻ വരുമ്പോ ചോദിച്ചു നോക്കണം. നീ കൊടുത്ത ഓപ്ഷനിൽ ഒന്നുമില്ലാത്ത ഒരു ഉത്തരം നിന്റെ ചേട്ടൻ പറയും. മീരെ, നീ പോയി ഇവർക്ക് ചായ എടുക്ക ചെല്ലേ. അതിരെ നീ അവരുടെ മുറി ഒന്ന് വൃത്തിയാക്കി കൊടുക്ക്. ഞാനും വരാം. വാ. മിരെ ചായ എടുക്ക്. ആജ്ഞാപിച്ചാ മതിയല്ലോ എല്ലാവർക്കും. ഇവിടെ ഒരുത്തിയുണ്ട് മുളമൂട്ടിൽ അടിമയെ പോലെ പണിയെടുക്കാൻ. അനിയത്തിയുടെ ജീവിതം നശിച്ചല്ലോ എന്നും അവളെ കൊല്ലാൻ കൊടുത്തല്ലോ എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഏട്ടൻ ഇത്രയും നേരമായിട്ട് എവിടെ പോയി കിടക്കുന്നു എന്തോ. അനിയത്തി അനിയത്തി അനിയത്തി, ഇങ്ങനെയുണ്ട് ഒരു ഏട്ടനും അനിയത്തി. എത്ര തിരക്കുണ്ടെങ്കിലും മോൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ. വളരെ സന്തോഷം. ആ മോനിരിക്കെ. കമലേ, ഒരു കാര്യം പ്രത്യേകം പറയട്ടെ. സച്ചിക്ക് ഇഷ്ടമുള്ളതായിരിക്കണം ഇന്നത്തെ വിഭവങ്ങളൊക്കെ. എനിക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും തയ്യാറാക്കണ്ട. ഇവിടെ എന്താണോ സാധാരണ അതൊക്കെ തന്നെ മതി എനിക്കും. സച്ചിയുടെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ അച്ഛനോട് ചോദിച്ച് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. സേതുവിന്റെ ആരോഗ്യം ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? ആ, അച്ഛനിപ്പോ നോർമലാ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ ചെക്കപ്പ് നടത്തണം. അതൊക്കെ വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഏട്ടത്തി ഉള്ളിടത്തോളം കാലം അതൊന്നും ഞങ്ങൾ ആരും അറിയാറില്ല. ഏട്ടത്തിക്ക് അച്ഛന്റെ കാര്യത്തിൽ ഞങ്ങൾ മക്കളെക്കാൾ ശ്രദ്ധയാ. അതൊരു വലിയ കാര്യം തന്നെയാ. ഏട്ടത്തി ഉള്ളതുകൊണ്ട് സത്യത്തിൽ ഞങ്ങളൊന്നും അറിയാറുമില്ല. ഏട്ടത്തി ഒന്നും അറിയിക്കാറുമില്ല. ഇനി എന്തെങ്കിലും ചോദിച്ചാ പോലും ചിരിച്ചുകൊണ്ട് അത് ഞാൻ നോക്കിക്കോളാം, എനിക്ക് വയ്യാതെ വരുന്ന കാലത്ത് നിങ്ങളുടെ സഹായം മതി എന്ന് പറയും. എന്നാലും ശ്രദ്ധിക്കണം, ഇത്രയൊക്കെ അസുഖമുള്ള ആളല്ലേ, എപ്പോഴൊരു ക്ഷീണം വരികയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ശ്രദ്ധിക്കാം. സേതുമാധവൻ പുണ്യം ചെയ്ത മനുഷ്യനാ. അവന്തികയെ പോലൊരു മരുമകളെ കിട്ടിയില്ലേ? അതെ. എന്താണാവോ കാര്യമായി ചർച്ച? ഏതോ ഒരു മരുമോളെ കുറിച്ചാണെന്ന് കേട്ടു. അവന്തികയുടെ കാര്യം പറഞ്ഞതാ. ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും പെൺപിള്ളേര് അവന്തിക ചെയ്യുന്ന പോലെ ചെയ്യുവോ? ഓ, അവർക്കെന്താ അമ്മാവനും അമ്മായി. ഭർത്താവിനെയും മക്കളെയും പോലും നോക്കുന്നത് വലിയ കാര്യമോ? അതൊക്കെ ഓരോരുത്തരുടെ തോന്നലമ്മേ. എനിക്ക് മനസ്സിലായി. എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോ അവന്തിക ഏട്ടത്തെ പോലൊന്നും ആവില്ല. അല്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. സച്ചി ചായ കുടിക്ക്. മധുരം കുറഞ്ഞോ കൂടിയോ? നല്ല ചായ. ഇവിടെ എല്ലാവർക്കും ചായക്ക് ഇത്തിരി മധുരം കൂടുതലാ. ഇല്ല, കറക്റ്റാണ്. അല്ലെങ്കിലും എന്റെ ചായ ആരും കുറ്റം പറയില്ല. ആൾക്കാരുടെ ടേസ്റ്റ് നോക്കിയെടുക്കാൻ എനിക്കറിയാം. സോറി, ഞാൻ ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. എന്താ മീര നീ അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? അതും സച്ച് കൂടെ ഇരിക്കുമ്പോ. അവൻ എന്ത് തോന്നിക്കാണും? ഞാനൊന്നും അർത്ഥമാക്കിയില്ലമ്മേ. കേട്ടതിന് ഞാൻ മറുപടി പറഞ്ഞേ ഉള്ളൂ. സച്ചിക്ക് എന്ത് തോന്നാൻ? എന്തെങ്കിലും തോന്നിയെങ്കിൽ തന്നെ അതിനുള്ള കാരണം മനസ്സിലായിട്ടുണ്ടാവും. അവളുടെ നാവ് നിനക്ക് അറിഞ്ഞുകൂടെ? സ്ഥാനത്തും അസ്ഥാനത്തും ഓരോന്നും ആലോചിക്കാതെ വിളിച്ചു പറയും. കൂടുതൽ വഷളാക്കാതിരിക്കുന്നത് നമ്മുടെ മാന്യത. അർച്ചനയുടെ വീട്ടിലേക്കാണോ പോയത്? അച്ഛൻ വിളിച്ചത് എന്തെങ്കിലും എമർജൻസി ആയതുകൊണ്ടാണോ? ഒരു എമർജൻസിയും ഇല്ല. അല്ല, എന്താ പെട്ടെന്നൊരു യാത്ര? തികച്ചും രഹസ്യമായി. ഹേയ്, രഹസ്യമൊന്നുമില്ല അച്ഛാ. അച്ഛൻ അറിയാലോ, അർച്ചനയുടെ ബർത്ത്ഡേ ആയിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പോലും കൊടുക്കാൻ പറ്റിയില്ല. അപ്പോ ആലോചിച്ചപ്പോ ഇതാണ് ബെറ്റർ തോന്നി. അത് വളരെ നന്നായി മോനെ. ഭാര്യയ്ക്ക് ഇടയ്ക്കിടെ ഇങ്ങനെയൊക്കെ വേണം ഗിഫ്റ്റ് കൊടുക്കാൻ. അതിലെ സ്നേഹവും സന്തോഷവും കരുതലും ഒക്കെ അളക്കാൻ കഴിയാത്തതിലും അപ്പുറമാണ്. ഇപ്പോഴാണ് നീ എന്റെ മോനായത്. ഞാൻ അങ്ങനൊന്നും കരുതിയിട്ടല്ല അച്ഛൻ ഇങ്ങനെ ചെയ്തേ. ജസ്റ്റ് ഒരു സർപ്രൈസ്. ബട്ട് അതിന്റെ എഫക്റ്റ് എത്ര ഇരട്ടിയാണെന്ന് മനസ്സിലായില്ലേ? അർച്ചനയ്ക്ക് മാത്രമല്ല, ആ കുടുംബത്തിന് മൊത്തം
മോനോടിപ്പോ എന്ത് സ്നേഹവും ബഹുമാനവുമായി കാണും. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഞാൻ വരാച്ച. ഏയ്, അവിടെ 2-3 ദിവസം നിന്നിട്ട് വന്നാ മതി. അത്രമാത്രം വലിയ തിരക്കൊന്നും ഇവിടെ ഇല്ല മോനെ. ഭാര്യ വീട്ടുകാർ സ്വന്തം വീട്ടുകാരെ പോലെയാണ്. പൊന്നുപോലെ വളർത്തിയ ഒരു പെണ്ണിനെ ആജീവനകാലം മറ്റൊരു വീട്ടിലേക്ക് വിട്ടുകൊടുത്തവരാവർ. എന്നുവെച്ചാൽ പെണ്ണു കൊടുത്തവർ കണ്ണു കൊടുത്തവരെ പോലെയാ. അവരുടെ സ്നേഹത്തിന് അതിൻ്റെതായ മര്യാദ നമ്മളും കൊടുക്കണം. നീ എന്താ മോനെ ഒന്നും മിണ്ടാത്തത്? ഹലോ, നീ കേൾക്കുന്നുണ്ടോ? ഏയ്, ഒന്നുമില്ല. ഞാൻ പിന്നെ എല്ലാവരോടും എന്റെ അന്വേഷണം അറിയിക്കണം, പ്രത്യേകിച്ച് അർച്ചന മോളോട്. സൗകര്യം കിട്ടുമ്പോൾ ഒന്ന് വിളിക്കാൻ പറയണം. അവളില്ലാത്ത ചെറിയ പ്രയാസം എനിക്കും ഇല്ലാതില്ല. എന്നാലും നീയൊരു കൊച്ച് അല്ല, വലിയൊരു കള്ളൻ തന്നെയാടാ മോനെ നീ. അവസരം കിട്ടുമ്പോ തരാതരത്തിന് ഓരോരുത്തരുടെ സംസാരം. എന്തേലും പറഞ്ഞാലോ അത് അധിക പ്രസംഗവും. തെച്ചിട്ടുണ്ട് ഞാൻ. എന്തുപറ്റി മീരടുത്തി? നല്ല ദേഷ്യത്തിലാണല്ലോ. എങ്ങനെ ദേഷ്യം വരാതിരിക്കും അച്ചു? ലോകത്തില് നിന്റെ അവന്തിക ഏട്ടത്തി മാത്രമേ ഉള്ളൂ മദർ തെരേസയായിട്ട്. എന്തുപറ്റി എടുത്തി? നിനക്കറിയാലോ, ഞാൻ ഈ വീട്ടിലെ എത്ര കാലം മുതൽ ഇവിടുത്തെ അടുക്കളയിൽ കിടന്ന് നരകിക്കുകയാണെന്ന് നീ കാണുന്നതല്ലേ. അതിനിപ്പോ എന്താ ഉണ്ടായേ? ഞാൻ ഇവിടെ ആർക്ക് വേണ്ടിയോ ഒന്നും ചെയ്യുന്നില്ലെന്നാ വെപ്പ്. പിന്നെ ഞാനിവിടെ സപ്രമഞ്ചക്കട്ടിൽ മലർന്നു കിടന്ന് മനോരാജ്യം കാണുമല്ലേ. എടുത്ത് എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നേ? കാര്യം പറ. നിന്റെ അവന്തിക എടുത്തി എന്തോ ജീവത്യാഗം ചെയ്ത് നിന്റെ കുടുംബത്തിലെ ആൾക്കാരെ നോക്കുന്ന കണക്കിനാ നിന്റെ അമ്മയുടെ വർത്തമാനം. ഓ, അതാണോ കാര്യം? എന്താ അതത്ര നിസ്സാരമാണോ? ഞാനിവിടെ എന്നെ കൊണ്ടാകുന്നതിന് അതിനപ്പുറം കഷ്ടപ്പെടുന്നുണ്ട്. അതാർക്കാ അറിയാത്തെ? ആർക്കും അറിയില്ല. അതല്ലേലും അങ്ങനെ തന്നെ ആണല്ലോ. നമ്മളൊക്കെ ചാപ്പ കുത്തിയ കഴുതകളല്ലേ. മരുമകള് എത്ര ചെയ്താലും എന്ത് ചെയ്താലും കണക്കില്ല. അതെടുത്തു പറയാൻ ആർക്കും നാവും പൊന്തില്ല. വെറുതെയാ ഈ കഷ്ടപ്പെടുന്നൊക്കെ. ഇതിനു മാത്രം പറയാൻ ആരോ മീരടുത്തെ കുറ്റപ്പെടുത്തിയേ? ആരാന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. സങ്കടം ഉണ്ടച്ചു. ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതിനൊക്കെ ഒരു നല്ല വാക്ക് പറയണ്ട. പക്ഷെ കുത്തി പറയാതിരുന്നൂടെ? അവിടെ നിന്റെ അവന്തിക എടുത്തി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, അമ്മായിയപ്പന് മരുന്ന് കൊടുക്കുന്നു, ആരോഗ്യം നോക്കുന്നു. എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാ. അതിന് കാരണമുണ്ട്. അങ്ങേർക്ക് കെട്ടിയോളില്ലല്ലോ. അതുകൊണ്ട് ആരെങ്കിലും സഹായം ചെയ്യണം. ഇവിടെ അങ്ങനെയല്ലല്ലോ. അമ്മയ്ക്കും അച്ഛനും യാതൊരു കുഴപ്പമില്ല. ഇനി ആ ജോലിയും കൂടി ഞാൻ ചെയ്യണം. മടുത്തു മനുഷ്യൻ. പോട്ടെ എടുത്തി. എടുത്തി എന്താണെന്നും ഈ വീടിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നും എനിക്കറിയാം. അവന്തിക എടുത്തിയൊന്നും അതിന്റെ അടുത്ത് പോലും വരില്ല. എടുത്ത് സങ്കടപ്പെടണ്ട. കൊള്ളാം. അതെ, അടുക്കളയിലേ ഇന്ന് ഒന്നും ആയിട്ടില്ല. അതിനുള്ള കാര്യങ്ങൾ നോക്കാതെ ഇവിടെ നാത്തൂനും നാത്തൂനോടെ നിന്ന് വിശേഷം പറയാണ്. മീരെ, ഇവിടെ നിന്നാ പാചകം തീരില്ല കേട്ടോ. വാചകം കൊണ്ട് ഉച്ചയ്ക്ക് പാത്രത്തിൽ വിളമ്പാൻ പറ്റില്ല മോളെ. ഞാനും സഹായിക്കാമേ. അത് വേണ്ട. അതെന്താ? അവൾ ഇവിടുത്തെ ആളല്ലേ? ആണ്. പക്ഷേ ഇപ്പൊ ഇവളിവിടെ വിരുന്നിന് വന്നതാ. എന്നുവെച്ചാ ഇവിടുത്തെ വിരുന്നുകാരി. ഇവളിവിടെ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ. ഇപ്പൊ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ അവള്. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനെങ്ങനെ വിരുന്നുകാരിയാവുന്നേ? നീ തൽക്കാലം ഒന്നും ചെയ്യണ്ട. അതെ, സച്ചിയുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം നോക്കിയാൽ മതി. ഇത് തന്നെയാ ഞാൻ നേരത്തെ പറഞ്ഞ. ചക്കിൽ കെട്ടിയ കാളെ പോലെ എന്റെയൊക്കെ അവസ്ഥ. ഇടയ്ക്കിടയ്ക്കുള്ള നിന്റെ പ്രയോഗങ്ങൾ കൊള്ളാം. പക്ഷേ അത് അനവസരത്തിലായി പോകുന്നു എന്ന് മാത്രം. എന്തൊരു നെകളിപ്പാ. മകളും മരുമകനും ഒന്നിച്ചു വന്നതിന്റെ അഹങ്കാരം. എങ്കിലും അവര് തിരിച്ച് ഇങ്ങനെ തന്നെ പോയാ കൊള്ളാം. എടുത്തി എടുത്തി. അവളെ ഇവിടെ എങ്ങും കണ്ടില്ലല്ലോ മോളെ.
ദാ വരുന്നുണ്ട് നിന്റെ ചേട്ടത്തി. എന്താ സ്നേഹ വിളിച്ചേ? എടുത്തി ഇതെവിടെയാ? ഞാനല്ലേ നിന്റെ മുമ്പിൽ നിൽക്കുന്നേ, പിന്നെയും കിടന്ന് വിളിക്കുന്ന എന്തിനാ? ഞാൻ ഏട്ടത്തിയല്ല വിളിച്ചേ, എന്റെ അച്ചുവേട്ടത്തിയാ. ഞാൻ കരുതിയത് അവന്തികയാണെന്നാ. അച്ചുവേട്ടത്തി എവിടെയാ അച്ഛാ? അവളിവിടെ ഇല്ലല്ലോ. അതാ ചോദിച്ചേ എവിടെയാന്ന്. അവളും സച്ചിയും കൂടി അച്ചുവിന്റെ വീട്ടിലേക്ക് പോയി. എപ്പോഴാ പോയത്? രാവിലെ തന്നെ പോയല്ലോ. എന്ത് പണിയാ ഏട്ടത്തി കാണിച്ചേ? എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല. കഷ്ടമുണ്ട്. സച്ചി അവന്തികയോട് പറഞ്ഞു കാണുമല്ലോ അല്ലേ? സച്ചി ഇപ്പൊ അങ്ങനൊന്നും തുറന്നു പറയാറില്ലല്ലോ. പോകുമ്പോ അവൻ നിന്നെ കണ്ടിരുന്നില്ലേ? ഒരു ചടങ്ങിനെന്ന പോലെ വന്നിരുന്നു. പുറത്തു പോകുന്നു എന്ന് മാത്രം പറഞ്ഞു. എങ്ങോട്ടാണെന്നൊന്നും പറഞ്ഞില്ല. അത് സത്യത്തിൽ എന്നോടും പറഞ്ഞില്ലായിരുന്നു. ഞാൻ പിന്നെ വിളിച്ചപ്പോഴാ കാര്യം അറിഞ്ഞത്. എന്നോടെങ്കിലും അച്ചുവേട്ടത്തിക്ക് നേരത്തെ പറയായിരുന്നു, എങ്കിൽ ഞാൻ കൂടെ പോയേനെ. അതിപ്പോ നിന്നെ അറിയിക്കുന്നത് എന്തിനാ? ഇനി സൂചിപ്പിച്ചാൽ തന്നെ നീ പോകേണ്ട കാര്യമില്ലല്ലോ. അവരുടെ ഇഷ്ടത്തിന് അവർ പോവുകയോ വരികയോ ചെയ്യട്ടെ, അല്ലേ ഒന്നികെ? പോകുന്നതും വരുന്നതും ഒക്കെ നല്ലത് തന്നെയാച്ചാ. പക്ഷേ നമ്മൾ അറിയാതെ ഇന്ന് വരെ അവൻ എന്തെങ്കിലും ആലോചിക്കോ പ്രവർത്തിക്കോ ചെയ്തിട്ടുണ്ടോ? സച്ചിയോടും സന്ദീപിനോടും ആലോചിച്ചിട്ടേ ഒരു യാത്ര പോലും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ സച്ചി അതൊക്കെ മറന്നതാണോ അതോ വേണ്ടാന്ന് സ്വയം തീരുമാനിച്ചതാണോ? കല്യാണം കഴിഞ്ഞ് നാളിത്രയായില്ലേ? അവർ തന്നെ ഇഷ്ടപ്രകാരം പുറത്തേക്കൊന്നും പോകാറില്ലല്ലോ. ഞാനാ പറഞ്ഞത് 1-2 ദിവസം കഴിഞ്ഞ് വന്നാ മതിയെന്ന്. അപ്പൊ അവരെങ്ങോട്ടാ പോയതെന്ന് അറിയില്ലെന്ന് അച്ഛൻ പറഞ്ഞതോ? അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ അവനെ വിളിക്കുമ്പോഴാ അറിഞ്ഞത് അവർ അച്ചുവിന്റെ വീട്ടിലാണെന്ന്. കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അവൻ അച്ചുവിന്റെ വീട്ടുകാരെ പറ്റി ചിന്തിച്ചല്ലോ എന്ന ആശ്വാസവും. അച്ചുവേട്ടത്തി ഇല്ലാതെ ഇവിടെ മഹാബോറാണ് അച്ഛാ. അച്ചുവേട്ടത്തി ഉണ്ടെങ്കിൽ എന്തെങ്കിലും കളിയും ചിരിയൊക്കെ പറഞ്ഞ് സമയം പോവും. അതുമാത്രമല്ല, എന്ത് ഫുഡ് വേണമെന്ന് പറഞ്ഞാലും അതുണ്ടാക്കി തന്ന് സന്തോഷത്തോടെ കൂടെ ഇരുന്ന് കഴിപ്പിക്കും. അതൊക്കെ അച്ഛ സ്നേഹം. അതിന് നിനക്ക് അവന്തി കേട്ടത്തിയില്ലേ? അവന്തി കേട്ടത്തി ഉള്ളതുള്ളതൊക്കെ ഒരുപോലെയാ. അല്ല, ഇവള് പരിഭവം പറഞ്ഞതിലും ചെറിയ കാര്യം ഇല്ലാതില്ല. അവന്തിക മുഴുവൻ സമയവും കമ്പനിയുടെ കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ചേക്കുമല്ലേ? അതിന്റെ റിയാക്ഷനാണോ അല്ലേ മോളെ? അച്ചുവേട്ടത്തി എന്ന് പറഞ്ഞാൽ നിനക്ക് അത്രയ്ക്ക് ജീവനാണല്ലേ? ഇന്നു മുതൽ നിനക്ക് ജീവനായി തുടങ്ങിയത്. നിനക്ക് വേണ്ടി വന്ന നാള് മുതൽ കഷ്ടപ്പെടുന്ന ചേച്ചിയല്ലേ? ആയിരുന്നു, അല്ലാതെ ഞാൻ പറഞ്ഞില്ലല്ലോ. ആയിരുന്നു അല്ലേ? എന്ന് വെച്ചാ ഇന്ന് ഞാൻ നിനക്ക് ആരുമല്ലാന്നർത്ഥം. എന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ലേട്ടത്തി. അച്ചുവേട്ടത്തി ഞാനും തമ്മിലുള്ള സ്നേഹം അത്രയ്ക്കുണ്ടെന്ന് പറഞ്ഞു എന്ന് മാത്രം. അല്ല, ഒരു നിമിഷം ഏട്ടത്തി ഒന്ന് മാറി നിന്നപ്പോ തന്നെ നിന്റെ മനസ്സ് ഇത്രയ്ക്ക് വേദനിക്കണമെങ്കിൽ അതൊരു വല്ലാത്ത സ്നേഹം തന്നെയാ. സ്നേഹത്തിന്റെ ആഴം അളക്കാനൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അത് അളന്ന് തൂക്കി നോക്കിയിട്ട് എനിക്ക് വില പറയാനൊന്നും ഉദ്ദേശവുമില്ല. അങ്ങനെയുള്ളവർക്ക് അത് നോക്കിയാൽ മതിയല്ലോ. പിന്നെ എല്ലാവരുടെയും സ്നേഹത്തിന്റെയും പ്രവൃത്തിയുടെയും ആഴം അളക്കാൻ നോക്കിയാൽ നമുക്കാരെയും സ്നേഹിക്കാനോ കൂട്ടുകൂടാനോ തോന്നില്ല. അവൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് അധികം നാളൊന്നും ആയില്ലല്ലോ നിന്റെ അസ്ഥിക്ക് പിടിക്കാൻ. എന്റെ ഏട്ടത്തി, മാസങ്ങളോ വർഷങ്ങളോ ഒന്നും വേണ്ട. ഒരാൾ അടുത്തറിയാനും ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ഹൃദയത്തിനകത്ത് പ്രതിഷ്ഠിക്കാനും ഒക്കെ ഒരു കുഞ്ഞു പുഞ്ചിരി മതി. അല്ലെങ്കിൽ സ്നേഹത്തോടെയുള്ള ഒരു വിളി മതി. എന്തിനധികം ഒരു നോട്ടം പോലും മതി. അതൊക്കെ അച്ചുവേട്ടത്തിലുണ്ട്. അതാ എനിക്ക് അസ്ഥിയിൽ പിടിച്ചു പോയത്. ഇവിടെ പലർക്കും ഇല്ലാതെ പോയതും അതാ. ഇനി എന്തെങ്കിലും സംശയം ചേച്ചിക്കുണ്ടോ? വളരെ ക്ലിയർ ആയിട്ട് അവള് പറഞ്ഞല്ലോ ചേച്ചി ഇവിടെ ആരാണെന്ന്. അർച്ചനേട്ടത്തിയുടെ സ്ഥാനം എന്താണെന്നും ചേച്ചിയുടെ സ്ഥാനം എന്താണെന്നും. ഒരു ദിവസം അർച്ചനേട്ടത്തി വീട്ടിൽ നിന്നൊന്ന് മാറി നിന്നപ്പോ ആ കുറവ് ഇവിടെ എല്ലാവർക്കും സഹിക്കാൻ കഴിയാതായി. അങ്കിളൊന്നും പുറത്ത് പറയാത്തതാ. ഇനി സന്ദീപിനോടൊന്ന് ചോദിച്ചു നോക്കണം. ഇതിലും വലിയ സെന്റിമെന്റ്സും സങ്കടവും കേൾക്കാം.
ചേച്ചി ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണത്ര അവൾക്ക്. സർവവും എന്റെ കാൽ കീഴിലും ചൊൽപ്പടിക്കുവാണെന്ന് കരുതി നടന്നോ ചേച്ചി? ആ മണ്ണൊക്കെ പതുക്കെ നനഞ്ഞു തുടങ്ങി. എപ്പോഴാ ഇളകി ഒലിച്ചു പോകുന്നതെന്ന് നോക്കിയാൽ മാത്രം മതി. അവന്തികേട്ടത്തെ ഉള്ളതുള്ളതൊക്കെ ഒരുപോലെയാ. എല്ലാവരുടെയും സ്നേഹത്തിന്റെയും പ്രവൃത്തിയുടെയും ആഴവിളക്കാൻ നോക്കിയാ നമുക്കാരെയും സ്നേഹിക്കാനോ കൂട്ടുകൂടാനോ തോന്നില്ല. സർവവും എന്റെ കാൽ കീഴിലും ചൊൽപ്പടിക്കുവാണെന്ന് കരുതി നടന്നോ ചേച്ചി? ആ മണ്ണൊക്കെ പതുക്കെ നനഞ്ഞു തുടങ്ങി.